Welcome to RK's Stories. താളം ഭാഗം 58. ഇടയ്ക്കൽപ്പം കള്ളും മോന്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പാപ്പുവാശന്റെ സന്തോഷം കണ്ടപ്പോ ആള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായെന്ന് റോസിന് തോന്നി. ആശാന്റെ കാട് അല്പം കൂടി ഒന്ന് വലുതാക്കിയിട്ടേ പട്ടണത്തിൽ നിന്നും 2 പിള്ളേർ ജോലിക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിനോട് ചേർന്ന് നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഹെയർ കട്ടിംഗ് സലൂണും ബ്യൂട്ടി പാർലറും കൂടി തുടങ്ങാം. റോസിന്റെ പെട്ടെന്നുള്ള ആ അഭിപ്രായ പ്രകടനം കേട്ട് വായിലേക്ക് വെച്ച ഭക്ഷണം ചവക്കാൻ മറന്നതുപോലെ ആശാൻ ഇരുന്നു. അത് നല്ലൊരു ഐഡിയ ആടോ. ഈ പട്ടണത്തിലൊക്കെ ഇപ്പൊ പെൺകുട്ടികൾക്ക് വേണ്ടി ബ്യൂട്ടി പാർലർ എന്നും പറഞ്ഞ് കടകൾ തുറന്നിട്ടുണ്ട്. മുഖം മാത്രമല്ല, കയ്യും കാലും ഒക്കെ മിനുക്കാനുള്ള പരിപാടികളുണ്ടെന്നാ കേട്ടത്. പിന്നെ 2 ആൺപിള്ളേരെ കൂടി അങ്ങ് വെച്ചാല് കരയിലുള്ളവരൊക്കെ തന്റെ കടയിലേ വരൂ. റോസിന്റെ അഭിപ്രായത്തെ കാശിയപ്പനും പിന്തങ്ങിയപ്പോ പാപ്പുവാശൻ പ്രതികരിക്കാതെ അല്പസമയം ഇരുന്നു. ആശാൻ എന്തൊന്നും പറയാത്തെ? റോസ് ചോദിച്ചു. നീ പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷെ അങ്ങനെ തുടങ്ങാനും മാത്രമുള്ള കാശൊന്നും ആശാന്റെ കയ്യിലില്ല മോളെ. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അന്നന്നത്തെ കാര്യം കഴിച്ചു കൂട്ടുന്ന എന്നെ പോലുള്ളവർക്ക് അങ്ങനെയൊക്കെ ആലോചിക്കുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ കഴിയുക? അതിനല്ല ആശാനെ ഈ റോസമ്മയുള്ളത്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞതുപോലെ ആ കട ഞാൻ ശരിയാക്കി തരും. ആശാൻ അവിടെ ഇരുന്നേ അതിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. ജോലിക്ക് വരുന്ന പിള്ളേർക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കുകയും വേണം. ബാക്കി ആശാനുള്ളത്. ഏയ്, അത് ശരിയാകില്ല. ആശാൻ ചാടി കയറി എതിർത്തു. അങ്ങനെ മറ്റൊരാളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല, പ്രത്യേകിച്ചും കാശിന്റെ കാര്യത്തിൽ. അത് ശരി. അപ്പോ ആശാന് ഞാൻ ആരും അല്ലല്ലേ? പിണങ്ങിയതുപോലെ അവൾ മുഖം വീർപ്പിച്ചു. പാപ്പു ആശാൻ ദൈന്യതയോടെ കാശിയപ്പനെ നോക്കി. അങ്ങേരാവട്ടെ അവരുടെ ആ സംഭാഷണം ശ്രദ്ധിക്കാത്ത മട്ടിൽ മുന്നിലെ ഭക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തി. അന്ന് അമ്മച്ചി മരിച്ചപ്പോ പാപ്പോശൻ എന്തിനാ നേരം വെളുക്കോളം എന്റെ വീടിന് മുന്നിലിരുന്നേ? അത് പിന്നെ നീ എനിക്ക് എന്റെ മോളെ പോലെയല്ലേ റോസ കൊച്ചെ. അപ്പൊ എങ്ങനെയാ നിന്നെ ഇങ്ങനെ ഒറ്റക്കിട്ടച്ചും പോരുക? ആന്നല്ലോ, സമ്മതിച്ചല്ലോ. അപ്പൊ പിന്നെ ഈ മോള് പറയുന്നത് അങ്ങ് കേട്ടോണ്ടാ മതി. എന്നാലും അത് ശരിയാകത്തില്ല കുഞ്ഞെ. എന്ത് ശരിയാകത്തില്ലെന്ന്? ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. വാശി പിടിച്ചുകൊണ്ടവൾ പാപ്പുവശന്റെ നരച്ച മുടിയിൽ പിടിച്ചു വലിച്ചു. 2 ദിവസത്തിനുള്ളിലേ ആൻഡ്രോ ചേട്ടൻ പണിയും തുടങ്ങും. ഇനിയിപ്പോ പിള്ളേർക്ക് കൊടുക്കാനുള്ളതും ആശാന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ട് അതെനിക്ക് തന്നേക്ക് പോരെ. ഇനിയും പറ്റില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടാവും കേട്ടോ. അങ്ങ് സമ്മതിക്കടോ. ഇവൾക്ക് നമ്മളൊക്കെ അല്ലാതെ വേറെ ആരാ ഉള്ളത്? ആന്നേ, ഒന്ന് പറഞ്ഞു കൊടുക്ക കാശിയപ്പ. അവൾ കൊച്ചൊരു ചിണുങ്ങലോടെ കാശിയപ്പനെ തോണ്ടി. പാപ്പുവാശാനെപ്പോഴും എന്തു വേണമെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കാതെയുള്ള ധർമ്മസങ്കടത്തിലായിരുന്നു. ആശാനെ, അവൾ അങ്ങേരുടെ തോളിൽ പിടിച്ചു കുലുക്കി. സമ്മതിക്ക ആശാനെ. നീ എന്താന്ന് വെച്ചാ ചെയ്. ഏയ് ഉമ്മ. കഷണ്ടി കയറിയ പാപ്പുവാശന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് അവൾ വിജയഹർഷത്തോടെ കാശിയപ്പനെ നോക്കി കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്. എല്ലാം ശരിയായെന്ന് കരുതിയ റോസിന്റെ മുഖം മങ്ങി. അവൾ ഉത്കണ്ഠയോടെ ആശാനെ നോക്കി. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാലേ പറ്റത്തില്ല. കൊള്ളാവുന്ന ആരെയെങ്കിലും കണ്ടുപിടിച്ച് വേഗം കല്യാണം കഴിച്ചോളണം. പാപ്പു ആശാന്റെ പുതിയ ആവശ്യം കേട്ടതോടെ കാറ്റുപോയ ബലൂൺ പോലെ റോസ് അരമതലിലേക്കിരുന്നു. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പൊറോട്ട വായിലേക്ക് വെച്ചിട്ട് കാശി അപ്പൂപ്പൻ കൈ ഉയർത്തി. അപ്പൂപ്പ. കെറിവിച്ചുകൊണ്ട് അവൾ മുഖം വീർപ്പിച്ചു. ഒരപ്പൂപ്പനുമില്ല, ഞങ്ങൾ രണ്ടും നിന്റെ അപ്പച്ചന്റെ സ്ഥാനത്ത് നിന്നുവാ ഈ പറയുന്നത്. ആലോചിക്കാം. അവൾ ഒരു മട്ടിൽ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, ഞങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. പിന്നെ ഒന്ന് പോയേ. കണ്ടോ കണ്ടോ അവളുടെ കള്ളത്തരം കണ്ടോ? താൻ ഇതിന് സമ്മതിക്കണല്ലോ ബാപ്പു. അപ്പൂപ്പ. അവൾ കാശി അപ്പൂപ്പന് നേർക്ക് വിരൽ ചൂണ്ടി. കൂടെ നിന്നിട്ട് പാലം വലിക്കരുതട്ടോ. എന്നാ നീ കല്യാണത്തിന് സമ്മതിക്ക്. അതിന് പറ്റിയ ചെറുക്കന്മാരെ കിട്ടണ്ടേന്നേ. ഇപ്പോഴത്തെ ഈ റോസ് മേഡത്തിന്റെ നിലക്കും വിലക്കും പറ്റിയ ഏത് ചെറുക്കനായി നാട്ടിലുള്ളത്? ആ സേതുവിന് എന്താ കുഴപ്പം? എന്റെ പൊന്നപ്പൂപ്പോ, അത് സതിയെ നഷ്ടപ്പെട്ട ശിവനാ. അവൾ കണ്ണുകൾ കൂർപ്പിച്ച് കാശി അപ്പൂപ്പനെ നോക്കി. അത്രയും സുന്ദരിയായി ആമി വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെയാ ഞാൻ. എന്നിട്ടൊടുവില് പാർവതി ദേവി ജീവനെ കെട്ടിയില്ലേടി? വിടാനുള്ള ഭാവമില്ലാതെ കാശി അപ്പൂപ്പൻ വീറോടെ നിന്നു. നിങ്ങളിവിടെ പുരാണവും പറഞ്ഞോണ്ടിരുന്നു, ഞാൻ പോണു. രണ്ടാളോടും പിണങ്ങിയ പോലെ റോസ് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഉഴപ്പാൻ നിൽക്കണ്ട.
മറ്റന്നാൾ കടയിൽ ആൻഡോ ചേട്ടൻ പണി തുടങ്ങും. പാപ്പു ആശാന് നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് അവൾ വേലിക്കെട്ടിന് വെളിയിലേക്ക് ഇറങ്ങി നടന്നു പറഞ്ഞു. അവളെ തനിയെ വിട്ടുകളയരുത് കാശി. തന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലൊരു ദുരന്തം അവളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അറിയാം പാപ്പു, അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സേതുവേ ഉള്ളൂ. കാശിയപ്പൂപ്പൻ പറഞ്ഞതിനെ ശരിവെക്കും പോലെ പാപ്പു ആശാൻ തലയിളക്കി. കാശിയപ്പൂപ്പൻ തിരികെ ചെല്ലുമ്പോ റോസ് ചെടികൾ നനയ്ക്കുകയായിരുന്നു. എന്തായി, തീരുമാനിച്ചോ? എന്നാ വിവാഹം? അവൾ കളിയാക്കിയത് കേട്ട് കണ്ണുരുട്ടിക്കൊണ്ട് കാശിയപ്പൂപ്പൻ വരാന്തയിലെ പടിയിലേക്കിരുന്നു. റോസ് റോസാ ചെടികളെ പരിപാലിക്കുന്നതിലേക്ക് തിരിഞ്ഞു. റോസ കൊച്ചേ, തിരിഞ്ഞു നോക്കാതെ അവൾ വിളി കേട്ടു. ഇങ്ങ് വന്നേ, അപ്പൂപ്പനെ ഒരു കഥ പറഞ്ഞു തരാം. കഥ എന്ന് കേട്ടതും അവൾ ഓസ് താഴേക്ക് ഇട്ടിട്ട് പൈപ്പും പൂട്ടി ഓടി വന്ന് പടിയിലേക്കിരുന്നു. ആരുടെ കഥയാ അപ്പൂപ്പ? അവൾ ചോദിച്ചു. എന്റെ കഥ തന്നെ. കാശിയപ്പൂപ്പന്റെ കഥയോ? പറ. അപ്പൂപ്പൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് പിന്നിൽ ഏടത്തിയുടെ കാര്യം മാത്രമല്ല മറ്റെന്തൊക്കെയുണ്ടെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാ. ആണോ? അങ്ങേരെ അവളെ നോക്കി ചിരി ഒതുക്കി. ആണെന്നേ. അങ്ങേരെ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൾ നിർബന്ധിച്ചു. കഥ പറയ്. ഇരിപ്പ് ഒന്നുകൂടി സുഖമാക്കിക്കൊണ്ട് കാശിയപ്പൂപ്പൻ കഥ പറയാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് സേതു ഗേറ്റ് കടന്നു വന്നത്. ഓയ് സേതുവേട്ടാ, വേഗം വാ. കാശിയപ്പൂപ്പനെ അപ്പൂപ്പന്റെ കഥ പറയാൻ പോവുകയാ. അവൾ വിളിച്ചു കൂവി. ആണോ? ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ അവൻ കാശിയപ്പൂപ്പന്റെ അപ്പുറം വന്നിരുന്നിട്ട് ചോദിച്ചു. എന്തായി, ബാപ്പോശനെ കാണാൻ പോയിട്ട് പുള്ളി സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ? അങ്ങേരോട് സംസാരിക്കാൻ പോയതേ ഈ റോസ. മറ്റന്നാൾ കടയുടെ പണി തുടങ്ങും. അത് വിട്ടിട്ട് സേതുട്ടി കഥ കേൾക്കുന്നേ. പണിക്കശ്ശേരിയിലെ റിജിയുടെ അച്ഛൻ നാരായണമേനോന് ഒരു മൂത്ത പെങ്ങളുണ്ടായിരുന്നു, സാവിത്രി. തുളസിപ്പൂവിന്റെ നൈർമല്യമുള്ള ഒരു പെണ്ണായിരുന്നു അവള്. ഏതോ കാലത്തെ ഓർമ്മകളിലേക്ക് മുങ്ങിപ്പോയ കാശിയപ്പൂപ്പന്റെ മുഖം ആ ഓർമ്മകളുടെ മധുരം നുണയും പോലെ പ്രകാശിച്ചു. ചെറിയമ്മായി പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. എനിക്കന്ന് 2-3 വയസ്സ് മാത്രം പ്രായം. സേതു പറഞ്ഞത് കേട്ട് റോസ് മൂക്കത്ത് വിരൽ വെച്ചു. ഈശ്വര, ഞാനൊക്കെ അപ്പൊ ജനിച്ചിട്ട് പോലുമില്ല. കാശിനാഥന്റെയും സാവിത്രിയുടെയും പ്രണയം ഈ കരയിൽ അധികമാരും അറിഞ്ഞിരുന്നില്ല. അപ്പൂപ്പന് ആളുള്ളല്ലോ. ആന്റി കയറി പ്രേമിച്ചോ? നിങ്ങൾ തമ്മിൽ നല്ല പ്രായവ്യത്യാസം കാണുമല്ലോ. കണ്ണും വീഴ്ചുള്ള അവളുടെ ചോദ്യം കേട്ട് കാശിയപ്പൂപ്പൻ കണ്ണുരുട്ടി. ഓടി കാന്താരി, നീയല്ലേ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് അപ്പൂപ്പാന്നും വിളിച്ച് എന്നെ ഈ കരക്കാരുടെ മുഴുവൻ അപ്പൂപ്പനാക്കിയത്? എന്നേക്കാൾ വെറും 8 വയസ്സിന് മാത്രമേ അവൾക്ക് ചെറുപ്പം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്താ സംഭവിച്ചത്? റോസ് ആവേശത്തോടെ അല്പം കൂടി അങ്ങേരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നാരായണമേനോന്റെയും സാവിത്രിയുടെയും അച്ഛൻ ശേഖരമേനോന് അവളെ അങ്ങേരുടെ സഹോദരിയുടെ മകനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു ആഗ്രഹം. ഒരു ഉത്സവത്തിന് പണിക്കശ്ശേരിയിൽ നിന്നും ലക്ഷ്മിനാരായണന്റെ ക്ഷേത്രത്തിലേക്ക് കൊടിക്കേറ് കൊണ്ടുപോയ സമയം സാവിത്രി എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നു. വെറുതെ അല്ല അന്ന് ശ്രീമോളേച്ചെ ചാടിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തത് അല്ലേ? വിരലാട്ടിക്കൊണ്ടുള്ള റോസിന്റെ പറച്ചിൽ കേട്ട് കാശിയപ്പൻ അവളുടെ മൂക്കിൻ തുമ്പത്ത് കിള്ളി. നീയൊന്നും മിണ്ടാതിരി റോസേ, അങ്ങനെ പറയട്ടെ. സേതു അക്ഷമനായതും റോസ് മുഖം കൊട്ടി. അന്നത്തെ ആ ഒളിച്ചോട്ടം വിജയിച്ചില്ല. അവിടത്തെ ആശ്രിതനായിരുന്ന പീതാംബരൻ ഞങ്ങളെ വഴിയിൽ വെച്ച് കണ്ടു. ദേവരുടെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവിടെ എത്തും മുന്നേ ശേഖരനും കൂട്ടരും ചേർന്ന് ഞങ്ങളെ പിടിച്ചു. അവളെ എന്റെ കൺമുന്നിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം എന്നെ ഉപദ്രവിച്ചില്ല. ശേഖരൻ ആഗ്രഹിച്ചതുപോലെ സഹോദരിയുടെ മകനുമായി സാവിത്രിയുടെ വിവാഹം നടത്തി. പക്ഷേ ഏതോ ഓർമ്മയിൽ നിശബ്ദനായി പോയ കാശിയപ്പൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അനങ്ങാതെ ഇരുന്നു. ആ പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തതല്ലേ? സേതുവിന്റെ ചോദ്യം ആ മുഖത്തെ പ്രകാശം കെടുത്തിക്കളഞ്ഞു. അല്പനേരത്തെ മൗനത്തിന് ശേഷം കാശിയപ്പൻ തല കുലുക്കി. ആ വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ ആത്മഹത്യ ചെയ്തു. അല്പനേരത്തേക്ക് അവരെല്ലാം നിശബ്ദരായി പോയി. നിറഞ്ഞ കണ്ണുകൾ റോസ് കാശിയപ്പന്റെ തോളിൽ അമർത്തി. ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിപ്പിച്ചയച്ച ഇല്ലത്തെ ആളുടെ പെങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണമെന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ സാവിത്രിയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു ദേഷ്യം ആ ഇല്ലത്തുള്ളവർക്കുള്ളപ്പോഴാ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് മരിച്ചത്. അതോടെ അവര് ജ്യേഷ്ഠത്തിയെ പുറത്താക്കി. പിന്നീട് നടന്ന കേസുകളും കാര്യങ്ങളും ഒക്കെ
കരക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. കാശിയപ്പൂപ്പന്റെ തോളിൽ മുഖം അമർത്തി പറയുന്നതും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന റോസ് ചോദിച്ചു. എന്നിട്ട് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിന്റെ വീട്ടിലെ ആ ആന്റി വേറെ വിവാഹം കഴിച്ചോ? ഇല്ല, അവരെ പിന്നീട് ആരോടും മിണ്ടാതെയായി, പുറത്തിറങ്ങാതെയുമായി. ഒടുവില് മറവി രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു. ശോ, കഷ്ടമായി പോയി. റോസ് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. സാവിത്രി ആന്റിയെ മറക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിലും കാശിയപ്പനെ മറ്റേ ആന്റിയെങ്കിലും രക്ഷിക്കായിരുന്നു. മതിലിനരികെ വിടർന്നു നിൽക്കുകയായിരുന്ന റോസുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന കാശിയപ്പൂപ്പൻ തല ചെരിച്ച് റോസിനെ നോക്കി ചിരിച്ചു. ആ, എനിക്കും ഇപ്പോ അങ്ങനെ തന്നെയാ തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, വൈകിപ്പോയില്ലേ. നാളെ ഒരിക്കൽ ഇതുപോലൊരു ചോദ്യം മറ്റാരെങ്കിലും നിങ്ങളോടും ചോദിച്ചേക്കാം. സേതു മുഖം താഴ്ത്തി. റോസ് ആശയക്കുഴപ്പത്തോടെ ഇരുന്നു. നടന്നു വന്ന വഴിയിൽ എവിടെയോ വെച്ച് പിരിഞ്ഞോ മറഞ്ഞോ പോയവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല മക്കളെ ജീവിതം. അതും കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കുന്നവർക്കും കൂടി വേണ്ടിയുള്ളതാവണം. രണ്ടുപേരോടും കൂടി ആയിട്ടാ അപ്പൂപ്പനെ പറയുന്നത്. മറ്റൊരു കാശിയപ്പൂപ്പനാവരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞവസാനിപ്പിച്ച് എഴുന്നേറ്റ കാശിയപ്പൂപ്പന്റെ വാക്കുകൾ ഉയർത്തിയ ഓളങ്ങൾ തിരയടിക്കുന്ന മനസ്സുമായി സേതുവും റോസും ആ പടികളിലിരുന്നു. ഒരു ചെറുകാറ്റ് അപ്പോൾ അവരെ തഴുകി കടന്നുപോയി. മനസ്സിന്ന് ആകപ്പാടെ അസ്വസ്ഥമാണ്. കിടന്നാലുടനെ തേടിയെത്തുന്ന ഉറക്കം ഇന്നെന്തോ പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നു. തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ അകത്തേക്ക് എത്തി നോക്കുന്ന നിലാവെളിച്ചത്തിൽ മുറിക്കകം വ്യക്തമാണ്. വിരിപ്പ് കൃഷിയുടെ ഞാറുനട്ട പാടശേഖരങ്ങളെ തൊട്ട് തലോടിയെത്തുന്ന മേടക്കാറ്റ് ജനാല വിരിയിൽ കുസൃതി കാട്ടി. മേശപ്പുറത്തെ ഫോട്ടോകളിൽ ഇരുന്നു കൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കും പോലെ റോസിന് തോന്നി. കുറച്ച് ദിവസങ്ങളായി ചുറ്റിനും നിൽക്കുന്നവരുടെ ശ്രമം തന്നെയും സേതുവേട്ടനെയും ഒരുമിപ്പിക്കാനാണെന്നറിയാം. ഇന്നിപ്പോ കാശിയപ്പനും അത് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ അപ്പച്ചനും അമ്മച്ചിക്കും പറയാനുള്ളതും അത് തന്നെയാവോ? കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മേശക്കരികിലേക്ക് ചെന്ന് രണ്ടുപേരുടെയും ഫോട്ടോകൾ അവൾ കയ്യിലേക്ക് എടുത്തു. ആണോ? നിങ്ങളും അത് തന്നെയാണോ പറയുന്നേ? രണ്ടുപേരുടെയും ചുണ്ടുകളിൽ സ്നേഹം നിറഞ്ഞ പുഞ്ചിരികൾ മാത്രം. എന്ത് ചോദിച്ചാലും ഇങ്ങനെ ചിരിച്ചു കാട്ടിയാൽ മാത്രം മതിയല്ലോ രണ്ടാൾക്കും? ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ലോകത്തേക്ക് എന്നെ തനിച്ചേക്ക് രണ്ടാളും പോയിട്ടല്ലേ ഞാനിപ്പോ ഈ കിടന്ന് വിഷമിക്കുന്നേ. വാക്കുകൾ പതറിയപ്പോ മുറിക്കകത്തേക്ക് കൈ നീട്ടിയ കാറ്റ് മുടിയിൽ തലോടി. ശോ, ആ പറഞ്ഞത് അപ്പച്ചനും അമ്മച്ചിക്കും വിഷമമായാവോ? ചുമ്മാ പറഞ്ഞതാകട്ടോ, എനിക്ക് വിഷമമൊന്നുമില്ല. ഉമ്മ ഉമ്മ. രണ്ട് ഫോട്ടോകളിലും അമർത്തി ചുംബിച്ചിട്ടാണ് അവൾ അത് തിരികെ മേശയിലേക്ക് വെച്ചത്. സമയം 1 മണിയായെന്ന് അറിയിച്ചുകൊണ്ട് മുറിയിലെ ക്ലോക്ക് ഒരു വട്ടം ശബ്ദിച്ചു. കാറ്റിലിളകുന്ന ജനാൽവരിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സ് ഒരു താരതമ്യം നടത്തുകയായിരുന്നു. പ്രജിത്തും സേതുവേട്ടനും. ഒരാൾ തീവ്രമായ പ്രണയം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടിപ്പിച്ചിരുന്നയാൾ. പക്ഷേ ഉള്ളിലെ വിഷത്തെ പൊതിഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രകടനം മാത്രമായിരുന്നു അതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രണയത്തിന്റെ സ്ഥാനത്തുനിന്ന് വെറുപ്പ് പോലുമില്ലാത്ത ശൂന്യത മാത്രം. മറ്റൊരാൾ കനല് പോലൊരു പ്രണയം ഉള്ളിൽ മൂടി വെച്ച് നടക്കുന്നയാൾ. കാണുന്നവർക്ക് പുറമെയുള്ള നിർവികാരതയുടെ ചാരം മാത്രമേ ദൃശ്യമാകൂ. ഉള്ളിലെ കനൽ കാണണമെങ്കിൽ ആ ചാരം ഊതിപ്പറത്തണം. പ്രജിത്ത് കൂടെ ഉണ്ടായിരുന്നപ്പോൾ തോന്നിയിരുന്നതിനേക്കാൾ സുരക്ഷിതത്വം സേതുവേട്ടന്റെ സാമീപ്യത്തിൽ തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു കരുതലിന്റെയും സ്നേഹത്തിന്റെയും അപ്പുറം മറ്റൊരു വികാരവും അങ്ങോട്ടേക്ക് തോന്നിയിട്ടുമില്ല. അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നതും ശരിയല്ലല്ലോ. ആ മനസ്സിപ്പോഴും ലക്ഷ്യേച്ചിക്ക് സ്വന്തമാണെന്ന് മറ്റാരെക്കാട്ടിലും കൂടുതലായി തനിക്കറിയാം. ആ ആളോട് തന്റെ ജീവിതം കൂട്ടിക്കെട്ടാനാ എല്ലാവരും പറയുന്നേ. ഓർക്കുമ്പോ ചിരി വരുന്നുണ്ട്. പക്ഷെ എന്താണാവോ സങ്കടവും തോന്നുന്നുണ്ട്. പുല്ല് ചുമ്മായിരുന്ന മനസ്സായിരുന്നു. അതിലേക്കൊരു വേണ്ടാത്ത ചിന്തകളും കയറ്റി വിട്ടിട്ട് അവളുമാരിപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. വേറൊരു ചങ്ങാതിയാവട്ടെ അതിനുവേണ്ടി മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കഥയും പറഞ്ഞിട്ട് ഒരാന്തി കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കോരി തലയിലൊഴിക്കുക വേണ്ടത്, അല്ല പിന്നെ. ജനാലഴിയിൽ കടിച്ച് ദേഷ്യം മാറ്റാൻ ശ്രമിച്ചപ്പോ പല്ല് വേദനിച്ചു. ഔ! കൈ ചുരുട്ടി ജനാലിന്റെ ഇരുമ്പഴിക്കിട്ട് 2 അടി കൊടുത്തിട്ട് തിരികെ വന്ന് കട്ടിലേക്ക് ഇരിക്കുമ്പോഴാണ് പുറത്തുനിന്നും ഒരു ബഹളം അവൾ കേട്ടത്. ആരൊക്കെയോ അടി കൂടുന്നത് പോലെയാണ് തോന്നിയത്. കൂട്ടത്തിൽ കാശിയപ്പൂപ്പന്റെ അലർച്ചയും കേട്ടു. അതിന് പിന്നാലെ വാതിലിൽ എന്തോ ശക്തിയായി വന്ന് വീഴും പോലൊരു ശബ്ദം. ചാടി എഴുന്നേറ്റ് മേശവലിപ്പ് തുറന്ന് നിറച്ചു വെച്ചിരിക്കുന്ന റിവോൾവർ വലിച്ചെടുക്കുമ്പോൾ
അവളുടെ കൈകൾ വിറച്ചിരുന്നു. പക്ഷെ ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. കാശിയപ്പന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭിത്തിയിൽ ചാരിയിരിക്കുന്ന കാശിയപ്പനെയും അങ്ങേരുടെ മുന്നിൽ വടികളും കത്തികളുമൊക്കെ നിൽക്കുന്ന 3-4 പേരെയുമാണ്. കാശിയപ്പന്റെ തോളിൽ തറഞ്ഞു നിൽക്കുന്ന കത്തിയും മുറിവിൽ നിന്നും ഒഴുകുന്ന ചോരയും കണ്ടതോടെ സങ്കടവും ദേഷ്യവും അവളുടെ സമനില തെറ്റിച്ചു കളഞ്ഞു. ഇരു കൈകൾ കൊണ്ടും തോക്കുയർത്തി അലറിക്കൊണ്ടാണ് അവൾ കാഞ്ചിയിൽ വിരലമർത്തിയത്. തീ ചിതറിച്ചുകൊണ്ട് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ വെടിയുണ്ട പാഞ്ഞു. ആക്രമിക്കാൻ എത്തിയവരും താഴെ ഇരിക്കുകയായിരുന്ന കാശിയപ്പനും കൂട്ടത്തിൽ അവളും ഞെട്ടിപ്പോയി. തുറന്ന പ്രദേശത്ത് വെച്ചുണ്ടാകുന്നതിനേക്കാൾ ഭീകരമായ ശബ്ദമായിരുന്നു ആ വരാന്തയിൽ വെച്ച് തോക്കിൽ നിന്നും ഉയർന്നത്. ലക്ഷ്യം തെറ്റിയ വെടിയുണ്ട അരമതലിൽ എവിടെയോ തുളച്ചു കയറി. ആക്രമിക്കാൻ വന്നവർ അരമതലിന് മുകളിൽ കൂടി ചാടി ഓടിയപ്പോ കലിയടങ്ങാതെ അലറിക്കൊണ്ട് അവൾ അവരുടെ പിന്നാലെ ഓടി. തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ അവന്മാർ പുറത്തേക്ക് ഓടിയതും പിന്നിലേക്ക് ചെന്ന് റോഡിലേക്ക് ഇറങ്ങി നിന്ന് അവൾ ഒരിക്കൽ കൂടി തോക്കിന്റെ കാഞ്ചി വലിച്ചു. മിന്നിത്തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിൽ കാഴ്ച വ്യക്തമല്ലായിരുന്നു. ഏതോ കല്ലിൽ തട്ടിയ വെടിയുണ്ട എങ്ങോട്ടോ തെറിച്ചു. ഇരുട്ടിൽ നിന്നും ഓടി വന്ന ഒരാൾ അവളെ വട്ടം കയറി പിടിച്ച് ഉയർത്തി മാറ്റി. കയ്യിലിരുന്ന തോക്ക് എങ്ങോട്ടോ തെറിച്ചുപോയി. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ സാമീപ്യം കൊണ്ട് തന്നെ ആ ഗന്ധം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. സേതുവേട്ടൻ. എടി റോസ്, നീ എന്തോ നീ കാട്ടുന്നേ? സേതുവേട്ടന്റെ ശകാരം കേട്ടപ്പോ തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ തല താഴ്ത്തിയെങ്കിലും പെട്ടെന്നാണ് വരാന്തയിൽ കുത്തുകൊണ്ടിരിക്കുന്ന കാശിയപ്പനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത്. കരഞ്ഞുപോയി അവൾ. സേതുവേട്ട, അവന്മാര് കാശിയപ്പനെ കുത്തി. കൈ ചൂണ്ടി കരഞ്ഞതിനൊപ്പം അകത്തേക്ക് ഓട്ടവും കഴിഞ്ഞിരുന്നു. കയറി ചെല്ലുമ്പോ വലിച്ചൂരിയെടുത്ത കത്തി നിലത്ത് കിടപ്പുണ്ടായിരുന്നു. ഷർട്ട് അഴിച്ചു മാറ്റിയിട്ട് മുണ്ടിന്റെ തുമ്പ് കീറി മുറിവ് കെട്ടുകയാണ് അങ്ങേര്. അപ്പൂപ്പ. കരഞ്ഞുകൊണ്ടാണ് ആ അരികിലേക്ക് ഇരുന്നത്. നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി കാന്താരി. പറച്ചില് കേട്ട ഞാനാ അങ്ങേരെ കുത്തിയെന്ന് തോന്നും. മുഖം വീർപ്പിച്ചെങ്കിലും ചോദിക്കാതിരിക്കാനായില്ല. കുറെ മുറിഞ്ഞിട്ടുണ്ടോ അപ്പൂപ്പ? എഴുന്നേൽക്ക്, നമുക്ക് ആശുപത്രി പോകാം. നിനക്ക് ആ തോക്ക് എവിടെ നിന്ന് കിട്ടിയേ? ചോദ്യം കേട്ടപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന തോക്കിനെ കുറിച്ച് അവൾ ഓർത്തത്. ഈശ്വര, എന്റെ തോക്ക്! ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുമ്പോ സേതുവട്ടൻ തോക്കുമായി കയറി വരുന്നുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് ഇത്? ആ മുഖത്തും ആശ്ചര്യമാണ്. അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾ വണ്ടി എടുക്ക സേതുവേട്ട. കാശിയപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നല്ല മുറിവുണ്ടെന്നേ. മറുപടിക്ക് കാത്തു നിൽക്കാതെ അകത്തേക്കോടി താക്കോൽ എടുത്തു കൊണ്ടുവന്ന് സേതുവട്ടനെ ഏൽപ്പിച്ചു. അങ്ങേര് വണ്ടി ഇറക്കുമ്പോഴേക്കും അവൾ വാതിൽ പൂട്ടി. കാശിയപ്പൻ അപ്പോഴേക്കും പടികൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ ഓടിച്ചെന്ന് ആ കയ്യിൽ താങ്ങി. നീ ഇങ്ങനെ പേടിക്കാതെ റോസാ കൊച്ചേ, എനിക്കത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങേർക്ക് ഒരു കുഴപ്പമില്ല, ചുമ്മാ നിന്ന് ചിരിക്കുന്നു. മുണ്ടിന്റെ തുമ്പ് കൊണ്ട് കിട്ടിയ മുറിവിൽ നിന്ന് ചോര വീണ്ടും ഒഴുകി വരുന്നുണ്ട്. കണ്ടപ്പോ പേടിയായി. കാറിന്റെ പിൻസീറ്റിൽ അവൾ അപ്പൂപ്പനോടൊപ്പം കയറിയപ്പോ സേതു വണ്ടി മുന്നോട്ടെടുത്തു. ശബ്ദവും ബഹളവും ഒക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആരൊക്കെ ഗേറ്റ് കടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ യാമിയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. സേതു അവർക്കരികിൽ കാർ നിർത്തി. എന്താ സംഭവിച്ചത്? പടക്കം പൊട്ടുന്ന പോലെ ശബ്ദമൊക്കെ കേട്ടല്ലോ. യാമിയുടെ അച്ഛനാണ് ചോദിച്ചത്. കള്ളന്മാരാരോ ആണ് കാശിയപ്പന് കുത്തോണ്ടിട്ടുണ്ട്. അയ്യോ, എന്നിട്ട്? കാറിന് ചുറ്റും നിന്നിരുന്നവർ ഒരുമിച്ചാണ് ചോദ്യം. ചിലരൊക്കെ അകത്തേക്ക് എത്തി നോക്കുന്നുമുണ്ട്. കുഴപ്പമൊന്നുമില്ല, കൈക്കാ കുത്തേറ്റത്. ശബ്ദം കേട്ടിട്ടാ ഞാൻ ഓടിയെത്തിയത്. ആളെ പേടിപ്പിക്കാനാണെന്ന് തോന്നുന്നു കയ്യിലിരുന്ന പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അവന്മാർ ഓടിക്കളഞ്ഞു. ഹോ, ഞാൻ കരുതി ആരോ വെടിവെച്ചതാണെന്ന്. അമ്മാതിരി ശബ്ദമായിരുന്നല്ലോ. ആൻഡോ ചേട്ടനാണ്. ഇതിങ്ങൾക്കൊന്നും രാത്രി ഉറക്കമില്ലേ? എന്തേലുമൊക്കെ ഒരു ചെറിയ ശബ്ദം കേട്ടാ മതി, ഓടി എത്തിക്കൊള്ളൂ. മുഖം വീർപ്പിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ അവൾ കണ്ടു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കണ്ണാടിയിൽ കൂടി പിന്നിലേക്ക് നോക്കി കണ്ണുരുട്ടുന്ന ഒരാളെ. കണ്ടില്ലെന്ന മട്ടിൽ അവൾ കാശിയപ്പന്റെ കൈ തടവിക്കൊണ്ടിരുന്നു. ആ തോക്ക് എവിടെ ഒളിപ്പിച്ചോ എന്തോ. എന്നോ ഞങ്ങൾ പോയിട്ട് വരാം. സേതുവേട്ടൻ എല്ലാവരോടുമായി പറയുമ്പോ കാറിന്റെ അടുത്തേക്ക് വന്ന യാമി അകത്തേക്ക് കൈയിട്ടു. കുഴപ്പമൊന്നുമില്ലല്ലോടാ. അവളുടെ കണ്ണുകളിലെ ആശങ്കയിൽ സന്തോഷമാണ് തോന്നിയത്. മറ്റൊരാളുടെ ഉള്ളിൽ എല്ലാ കരുതലോടും കൂടി നമ്മൾ പരിപാലിക്കപ്പെടുന്നു എന്ന അറിവ് ആർക്കാണ് സന്തോഷം നൽകാത്തത്? അവളുടെ കയ്യിൽ പിടിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തലയാട്ടുമ്പോൾ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ടായി. ഞാനും വരാമെന്നും പറഞ്ഞുകൊണ്ട് യാമിയുടെ അച്ഛൻ മുൻ സീറ്റിലേക്ക് കയറിയിരുന്നു. ആരോടും പ്രത്യേകിച്ച് അടുപ്പമൊന്നും കാണിക്കാത്ത അങ്ങേരുടെ ആ പെരുമാറ്റം കാശിയപ്പനെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞുവെന്ന് ആ മുഖഭാവത്തിൽ നിന്നും റോസിന് മനസ്സിലായി. അല്ലെങ്കിലും പെരുമാറ്റങ്ങൾ കൊണ്ട് ഒരാളുടെ ഉള്ളിലുള്ളത് എന്തെന്ന് തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നമുക്ക് തെറ്റും പറ്റാറുണ്ടല്ലോ. ഈയിടെയാണ് എനിക്കും അത് മനസ്സിലായതെന്ന് മാത്രം. വേദന എടുക്കും പോലെ കാശിയപ്പന്റെ മുഖം ചുളിഞ്ഞു. അത് കണ്ടപ്പോ റോസിനും വേദനിച്ചു.
കാറിലിരുന്നും കൊണ്ട് റോസ് തിരിഞ്ഞു നോക്കി. പിന്നിൽ നിൽക്കുന്നവരുടെ മുഖത്തും കാണാം ആ ഒരു കരുതൽ. മുന്നിൽ മറ്റൊരാള് കാറ് പറപ്പിക്കുന്നു. ആരോടും അടുപ്പമില്ലെന്ന് കരുതിയിരുന്ന ഒരാൾ തൊട്ടടുത്ത് ആശങ്കയോടെ കൂനി കൂടിയിരിക്കുന്നു. ആരോരുമില്ലെന്ന് കരുതുമെങ്കിലും വഴക്കും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിലും ഒരാപത്തുണ്ടായാൽ അറിയാം എല്ലാവരും സ്നേഹത്തിന്റെ അദൃശ്യമായ കണ്ണികൾ കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. റോസും ആ സത്യം മനസ്സിലാക്കുകയായിരുന്നു. അവൾക്കപ്പോൾ ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാ ജീവികളോടും സ്നേഹം തോന്നി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും നൽകുന്നതിനൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.